പക്ഷേ ഈ മഅയ്യത്ത് അള്ളാഹുവിൻ്റേത് രണ്ട് നിലക്കാണ്. അത് ഒന്ന് ആമ്മത്തായ അള്ളാഹിൻ്റെ മഅയ്യത്താണ്, മറ്റൊന്ന് ഖാസത്തായ അള്ളാഹുവിൻ്റെ മഅയ്യത്താണ്. അതെന്താ വ്യത്യാസം? ആമ്മത്തായ മഅയ്യത്ത്, ഖാസത്തായ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ പടപ്പുകളോടും ഒപ്പമുണ്ട്. എല്ലാ പടപ്പുകളോടും ഒപ്പം അള്ളാഹു ഉണ്ട്. അത് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. വഹുവ മഅക്കും ഐനമാ കുൻതും. വഹുവ അവൻ അള്ളാഹു മഅക്കും നിങ്ങളുടെ എല്ലാവരുടെയും കൂടെയുണ്ട്, ഒപ്പമുണ്ട്. ഐനമാ കുൻതും നിങ്ങൾ എവിടെയാണെങ്കിലും. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അലം തറ അന്ന അല്ലാഹ യഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ ഇല്ലാ ഹുവ റാബിഉഹും വലാ ഖംസത്തിൻ ഇല്ലാ ഹുവ സാദിസുഹും വലാ അദ്നാ മിൻ ദാലിക വലാ അക്സറ ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, പിന്നെ വാനത്തിലുള്ളതും ഭുവനങ്ങളിലുള്ളതെല്ലാം അള്ളാഹു അറിയും എന്നുള്ളത് താങ്കൾക്കറിയില്ലേ? എന്നിട്ട് പറയുന്നത് മാ യകൂനു മിൻ നജ്വാ സലാസത്തിൻ, ഒരു രഹസ്യ ഭാഷണം നടത്താൻ 3 പേരാണുള്ളത് എങ്കിൽ ഇല്ലാ ഹുവ റാബിഉഹും, നാലാമനായി ആരുണ്ടാവും? അള്ളാഹു ഉണ്ടാവും. വലാ ഖംസത്തിൻ, 5 പേരാണ് ഒരു രഹസ്യ ഭാഷണം നടന്നതെങ്കിൽ അള്ളാഹു 6ാമനായിട്ടുണ്ടാകും. വലാ അദ്നാ മിൻ ദാലിക വലാ അക്സർ, ഇനി ഇതിനേക്കാൾ കുറച്ച് ആളുകളാകട്ടെ കൂടുതൽ ആളുകളാകട്ടെ, ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനു, ആളുകൾ എവിടെയാണെങ്കിലും അവരോടൊപ്പം ആരുണ്ട്? അവരോടൊപ്പം അള്ളാഹു ഉണ്ട് എന്നാണ്. ഇല്ലാ ഹുവ മഅഹും ഐനമാ കാനു, ആളുകൾ എവിടെയാണെങ്കിലും അവരോടൊപ്പം അള്ളാഹു ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ ആളുകളുടെയും കൂടെ ആരുണ്ട്? അള്ളാഹു ഉണ്ട് എന്നുള്ളതാണ്. ഈ അള്ളാഹുവിൻ്റെ ഈ മഅയ്യത്ത് അത് ആളുകളോടൊപ്പം അള്ളാഹു ഉണ്ട് എന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആളുകളോട് മുമാസജത്തായിട്ട് മുഖാലത്തായിട്ട് ഉള്ള കൂടിക്കല ഒപ്പമാണോ, അതല്ല ആളുകളോടുള്ള മുസാഹബത്തിൻ്റെയും മുഖാർണത്തിൻ്റെയും കൂടലാണ്? അതായത് അള്ളാഹു കൂടെ ഉണ്ട് പറഞ്ഞാൽ അള്ളാഹു എല്ലാവരിലും സന്നിവേശിച്ചിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്? ഒരിക്കലുമല്ല. അള്ളാഹു പടപ്പുകളിൽ സന്നിവേശിച്ചു കൊണ്ടുള്ള കൂടിച്ചേർന്നുകൊണ്ടുള്ള ഒരു കൂടെ ഉണ്ടാവലല്ല ഉദ്ദേശം. പിന്നെയും അള്ളാഹുവിൻ്റെ മഅയ്യ ആമ്മ എന്ന് പറഞ്ഞെങ്കിൽ അത് അള്ളാഹുവിൻ്റെ ഇഹാത്തത്തിനെയാണ് അറിയിക്കുന്നത്. ഇഹാത്തത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു പടപ്പുകളെ വലയം ചെയ്യുന്നു. എന്തുകൊണ്ട്? അത് അള്ളാഹുവിൻ്റെ ഇൽമു കൊണ്ട്, അള്ളാഹുവിൻ്റെ ഖുദ്റത്ത് കൊണ്ട്, അള്ളാഹുവിൻ്റെ സമഅ കൊണ്ട്, അള്ളാഹുവിൻ്റെ ബസർ കൊണ്ട്, അള്ളാഹുവിൻ്റെ ഇഹാത്തത്ത്, പടപ്പുകളെ എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വലയം ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ പടപ്പുകളെയും അള്ളാഹു അറിഞ്ഞുകൊണ്ട്, അതേപോലെ തന്നെ എല്ലാവരുടെയും മേലെ അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ട്, എല്ലാവരെയും അള്ളാഹു കേട്ടുകൊണ്ട്, എല്ലാവരെയും അള്ളാഹു കണ്ടുകൊണ്ട് എല്ലാ പടപ്പുകളെയും ചെയ്യുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല വലയം ചെയ്യുന്നു എന്നുള്ളതാണ്. എല്ലാവരുടെയും കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാകുന്നു എന്നുള്ളതാണ് അള്ളാഹുവിൻ്റെ മഅയ്യ ആമ്മ. അല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ മഹിതമായ അവൻ്റെ സത്ത കൊണ്ട്, ബോഡി കൊണ്ട് അള്ളാഹു അർശിൻ്റെ മേലെ, പടപ്പുകളിൽ എല്ലാവരിലും ഇങ്ങനെ അള്ളാഹു സന്നിവേശിച്ച് ഇങ്ങനെ അള്ളാഹു ഇല്ല. അള്ളാഹു പടപ്പുകളിൽ നിന്ന് വേറിട്ട് അർശിന് മീതെയാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ടും കഴിവ് കൊണ്ടും കേൾവി കാഴ്ച ഇതുകൊണ്ടൊക്കെ അള്ളാഹു പടപ്പുകളോടൊപ്പമാണ്. അതാണ് അള്ളാഹുവിൻ്റെ മഅയ്യ ആമ്മ അറിയിക്കുന്നത്.